ധരണീഗർഭസംഭൂതം വിദ്യുത്കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. കുമാരനും ശക്തി എന്ന ആയുധത്തെ കയ്യിലുള്ളവനുമായ ആ മംഗളനെ, ചൊവ്വയെ, സുബ്രഹ്മണ്യനെ, വേലി ആയുധമായിട്ടുള്ള ആ മുരുകനെ, സുബ്രഹ്മണ്യനെ ഞാൻ സ്മരിക്കുന്നു. സുബ്രഹ്മണ്യൻ വിദ്യയുടെ ദേവതയാണ്. ഉപദേശം എന്നൊരു ഫലം സുബ്രഹ്മണ്യന് പറഞ്ഞിട്ടുണ്ട്. ഉപദേശം കൊടുക്കുന്ന വ്യക്തിയാണ്. ഞങ്ങൾക്ക് ജ്യോതിഷികൾക്ക് ഏറ്റവും നല്ല ഉപദേശം തരുന്ന വ്യക്തിയാണ് ചൊവ്വ. പലപ്പോഴും ചൊവ്വയെ സന്തോഷിപ്പിക്കാനാണ് ഷഷ്ഠിവ്രതമൊക്കെ ആചരിക്കുന്ന അമ്മമാർ. മക്കളുടെ ശ്രേയസ്സിന്, അവരുടെ വിവാഹത്തിന്, തങ്ങൾക്ക് സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയൊക്കെ സുബ്രഹ്മണ്യനെ നാം പ്രാർത്ഥിക്കും. അവിടെ ഓം വജദ്ഭുവേ നമഃ, വിദ്യയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഓം വജദ്ഭുവേ നമഃ. മുരുകൻ, സ്കന്ദൻ, ഷൺമുഖൻ, വേലായുധൻ, അറുമുഖൻ, അപ്രകാരം തന്നെ ചൊവ്വയുടെ മറ്റൊരു പര്യായമാണ് വജദ്ഭൂഹു. അതിൻ്റെ ചതുർത്ഥിയാണ് നമഃ എന്ന് പറയുമ്പോൾ നാം ചതുർത്ഥി ഉപയോഗിക്കും. ഓം ഗുരവേ നമഃ, ഓം ദേവായ നമഃ. അപ്രകാരം വജദ്ഭൂ, ഓം വജദ്ഭുവേ നമഃ. ഇവിടെ അതിശക്തമായി ചൊവ്വ തൻ്റെ ഉച്ചരാശിയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നു. എവിടെയാണ് ചൊവ്വയുടെ ഉച്ചരാശി? മകരത്തിലാണ്. മകരം മനിയുഗ്, മകരം 28 ചൊവ്വയുടെ അത്യുച്ച പോയിൻ്റാണ്, പൊസിഷനാണ്. അപ്രകാരം കർക്കിടകം 28 അതിനീച പോയിൻ്റാണ്. എല്ലാ ഉച്ചരാശിയുടെയും നേരെ ഓപ്പോസിറ്റ് 7ാം ഭാവം നീചരാശിയാകുന്നു. ഇപ്പോൾ മകരത്തിൽ ചൊവ്വ ഉച്ചത്തിൽ വരുമ്പോൾ അപ്രകാരം തന്നെ 6 മാസം കഴിയുമ്പോഴേക്കും ഏകദേശം ചൊവ്വ നീചരാശിയിലേക്കും വരും. പക്ഷെ വലിയ ദോഷങ്ങൾ കർക്കിടക രാശിയിൽ ചൊവ്വക്ക് പറഞ്ഞിട്ടില്ല. പലപ്പോഴും ജലത്തിലൂടെ ധനം ലഭിക്കുവാനും ഒക്കെ ചൊവ്വ കർക്കിടകത്തിലെ ചൊവ്വക്ക് ഫലം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വൈകല്യവും മൂർഖ സ്വഭാവവും പ്രകടിപ്പിക്കുന്നു മാത്രം. അതിന് പരിഹാരം കണ്ടെത്തുകയാണെങ്കിൽ ആ ചൊവ്വ, കർക്കിടകത്തിലെ ചൊവ്വ നല്ലതാണ്. ഇവിടെ ചൊവ്വ എന്താണ്? ചൊവ്വയുടെ കാരകധർമ്മങ്ങൾ ഭ്രാത, സത്വം ച, ഭൗമഹ, ക്ഷിതിരപി. ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭൂമിയുടെ കാരകത്വമുള്ള ഗ്രഹമാണ് ചൊവ്വ. ക്ഷിതി എന്ന് വെച്ചാൽ ചൊവ്വ. ഭ്രാത സഹോദര കാരകനാണ്. സത്വം തൻ്റെ ഇളകാത്ത മനസ്ഥിതി, ധൈര്യം, ഇതൊക്കെയാണ് ചൊവ്വയെ കൊണ്ട് ചിന്തിക്കുന്നത്. അതിനാൽ ചൊവ്വ ഉച്ചരാശിയിൽ വരുമ്പോൾ മേൽപ്പറഞ്ഞ ഗുണങ്ങളെല്ലാം ഒരു വ്യക്തിക്ക് വർദ്ധിക്കാം. അദ്ദേഹത്തിന് സധൈര്യം കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനുള്ള ഒരു പവർ ലഭിക്കും, സത്വഗുണം ലഭിക്കും. അദ്ദേഹത്തിന് ഭൂമി ലഭിക്കാം, ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങൾ ഉണ്ടാകാം, വീട് നിർമ്മിക്കാം, കൺസ്ട്രക്ഷൻ വർക്കുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങാം. പലപ്പോഴും ആഴക്കടലിൽ ഖനനം ചെയ്യാം. കരിമണൽ ഖനനം മുതലായ വലിയ വിഷയങ്ങളൊക്കെ ചൊവ്വയെ കൊണ്ടാണ് ചിന്തിക്കുക. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ചൊവ്വ വളരെ അനുകൂലമായി ഭവിക്കട്ടെ. ചൊവ്വ മകരം 1-നാണ് മകരം രാശിയിലേക്ക് വന്നിരിക്കുന്നത്, അതായത് ജനുവരി 15-ാം തീയതി. ആ ചൊവ്വ ഇനി 40 ദിവസക്കാലം, അതായത് ഫെബ്രുവരി മാസം 23-ാം തീയതി വരെ, കുംഭമാസം 11-ാം തീയതി വരെ ഈ ചൊവ്വ ഒരു പ്രതാപവാനായി തൻ്റെ രാശിയിൽ നിൽക്കും. ഇത് 4 രാശിക്കാർക്ക്, മേടൻ രാശിക്കാർക്ക് ചൊവ്വ വളരെയധികം ഫലം ചെയ്യും. ആ 7 ശനിയും 3-ലെ വ്യാഴവും കൊണ്ട് വീർപ്പുണ്ടെന്ന് 7 ശനിക്കാർക്ക് ഈ ചൊവ്വ എന്ത് പ്രദാനം ചെയ്യും? രുചക മഹായോഗം ചെയ്തു നിൽക്കും. ചൊവ്വ തൻ്റെ സ്വക്ഷേത്രങ്ങളായ മേടം, വൃശ്ചികത്തിലും ഉച്ചക്ഷേത്രമായ മകരത്തിലും ലഗ്നാൽ 1-ാം ഭാവം 4, 7, 10 ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ അതിനാണ് നാം എന്ത് പറയുക? രുചക മഹായോഗം എന്ന് പറയുക. പഞ്ചമഹാ പുരുഷയോഗത്തിൽ അതിശക്തമാണ് ചൊവ്വ രുചക മഹായോഗം ചെയ്തു നിൽക്കുന്നത്. ഉത്സാഹ ശൗര്യധന സാഹസവാൻ ശ്രീമാൻ രണേഷു വിജയി നൃപവല്ലഭസ്യ. രാജാവിൻ്റെ പ്രിയപ്പെട്ട ആളാകും. ചൊവ്വ സേനാനായകനാണ്. അതിനാൽ യുദ്ധം നയിക്കാൻ ചൊവ്വയ്ക്ക് കരുത്തുണ്ടാകും. ഉത്സാഹം വളരെയധികം പ്രകടിപ്പിക്കും, ശൂരത പ്രകടിപ്പിക്കും. സാഹസവാൻ, അതുമാത്രമേ ദോഷമുള്ളൂ. എന്താണ് സാഹസവാൻ? യത് കാര്യം ദ്യഹ അസമീക്ഷകരോതി സഹ സാഹസവാൻ. ആരാണോ പൂർണ്ണമായും മനസ്സിലാക്കാതെ എടുത്തു ചാട്ടുന്നത് അദ്ദേഹത്തെയാണ് എന്ത് പറയുക? സാഹസവാൻ എന്ന് പറയുക. സാഹസ പ്രവൃത്തി ചൊവ്വയുടെ സ്വഭാവത്തിലുള്ളതാണ്, രക്തത്തിൽ അലിഞ്ഞതാണ്. കാരണം ചൊവ്വ രക്തകാരകനാണ്. പെട്ടെന്ന് ശരീരത്തിലെ രക്തത്തിന് ഹൈ പ്രഷർ വരും ചൊവ്വ ബലവാനാകുമ്പോഴൊക്കെ തന്നെ. അതിലാണ് സാഹസികത എന്ന് പറയുന്നത്. അതിനാൽ സാഹസികതയ്ക്ക് ചൊവ്വ പേര് കേട്ട ആളാണ്. അത് നിയന്ത്രിച്ചാൽ ഈ ചൊവ്വ മേടൻ രാശിക്കാർക്ക് 10-ാം ഭാവത്തിൽ നിന്നു കർമ്മത്തിലുള്ള ശ്രേയസ്സിനെ ഉണ്ടാക്കുന്നു. കർക്കിടക രാശിക്കാർക്ക് അവരുടെ കർമ്മവും സന്താന വിഷയത്തിലേക്കും പൂർണ്ണതയുണ്ടാക്കുന്നു.
വൃശ്ചികൻ രാശിക്കാർക്ക് ഭൂമിയും അനുഭവങ്ങളും കൊടുക്കുന്നു. മകരൻ രാശിക്കാർക്ക് ചൊവ്വ 4-11 ഭാവാധിപനാണ്. ഭൂലാഭം ഉണ്ടാകുന്നു. തൻ്റെ പദവി പൊസിഷൻ മുന്നോട്ട് നയിക്കപ്പെടുന്ന ധാരാളം ഗുണങ്ങൾ ഈ ചൊവ്വ പ്രകടിപ്പിക്കുന്നു. ചൊവ്വയുടെ ആശ്രയഫലം പോലും വളരെ നന്നായിട്ടാണ് മകരത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഖ്യാതസ്വച്ഛേ ഗണപുരബല ഗ്രാമാഗ്രണീഹി. തൻ്റെ ഗണം, തൻ്റെ കൂട്ടത്തിൽ താനുമായി ബന്ധപ്പെടുന്ന പുരം, പട്ടണം, ഇവിടെയൊക്കെ അഗ്രണീഹി നേതൃത്വത്തിലെത്തുന്നു ചൊവ്വ. പൊളിറ്റീഷ്യൻസിന് ഏറ്റവും നല്ല ഗുണം തരുന്നു ഈ ചൊവ്വ. യുദ്ധം ചെയ്യാനും രാഷ്ട്രത്തെ നയിക്കുവാനും മുന്നിൽ നിൽക്കുവാനും ഒരു സേനാനിയായി കാര്യങ്ങൾ നീക്കുവാനുമുള്ള കരുത്തു തരുന്നു ഈ ചൊവ്വ എന്നറിയുക. മേടം മുതൽ 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് 8ാം ഭാവത്തിലാണ്. 8 ജ്യോതിഷത്തിൽ നല്ല ഭാവമാണോ? അല്ല, 8 അനർത്ഥങ്ങളുടെ ഭാവമാണ്. സർവപ്രണാശോ വിപദോപവാദോ ഹേതുപ്രദേശോ മരണസ്യ ദാസ മഠാധികം വേശ്മഗതാശ്ച വിഘ്നാഹ വിചിന്തനീയ പുനരഷ്ടമേന. എല്ലാ നാശങ്ങളും ചിന്തിക്കണം. തൻ്റെ ഭൃത്യന്മാരെ ചിന്തിക്കണം. അപവാദങ്ങളെപ്പറ്റി ചിന്തിക്കണം. മരണത്തെപ്പറ്റി ചിന്തിക്കണം. അനാഥാലയം, മന്ദിരം, ക്ഷേത്രം, ട്രസ്റ്റി ബോർഡിനെ പറ്റി ചിന്തിക്കണം. അതിനാൽ ഈ ഭാവങ്ങളിലൊക്കെ തന്നെ ചൊവ്വ രോഗാദി അരിഷ്ടതകൾ ഉണ്ടാക്കും. അപ്രകാരം തന്നെ ചാരിറ്റബിൾ ട്രസ്റ്റ് മുതലായ സംഘടനകൾ, ഇതിൻ്റെ ഭാരവാഹിത്വമുള്ളവർക്ക് ഈ ഒരു 40 ദിവസക്കാലം ഉറങ്ങാൻ കഴിയില്ല. അവർക്കെതിരെ അപവാദങ്ങൾ വരും. അവർക്കെതിരെ EDയുടെ അന്വേഷണം വരാം. വലിയ സാമ്പത്തികമായി വലിയ ആസ്തിയുള്ള ചാരിറ്റബിൾ ട്രസ്റ്റൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് EDയുടെ അന്വേഷണം വരാം. തലപ്പത്തിരിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. മിഥുനൻ രാശിക്കാർ അവരുടെ 8ൽ ചൊവ്വയാണ്. അതിനാൽ വളരെയധികം ക്ലേശങ്ങളോ പ്രയാസങ്ങളോ ഈ ഒരു 40 ദിവസക്കാലം ശ്രദ്ധിക്കണം. നിർബന്ധമായും ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, കടുംപായസം, ചത്തുസംഹാര ഗുരുതി ചെയ്യണം. നാളികേരം കൊണ്ട് മുട്ടറക്കണം. എല്ലാ ചൊവ്വാഴ്ചയും ഫെബ്രുവരി മാസം 23 വരെ തലപ്പത്തിരിക്കുന്നവർ അല്ലെങ്കിൽ പ്രയാസത്തിൽ പെടും, ഒരു സംശയവുമില്ല. ശാരീരികമായി രോഗാധിപനായ ഗ്രഹമാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത്. ഗുഹ്യസംബന്ധമായ രോഗങ്ങൾ വരാം. പൈൽസിനെ വളരെയധികം ശ്രദ്ധിക്കണം. അപ്രകാരം ഗുഹ്യസംബന്ധമായ ഗുഹ്യഭാഗങ്ങൾ ഉണ്ടാകുന്ന സർജറികൾക്ക് വലിയ സമയമാണ്. കണ്ണുകളെ വളരെയധികം ശ്രദ്ധിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സ്വൽപാത്മജോ നിധിനകെ വികലേക്ഷണ. നേത്രത്തിന് വൈകല്യം വരും 8ൽ ചൊവ്വ വന്നാൽ, സൂര്യൻ വന്നാൽ. സ്വൽപാത്മജ, സന്താന വിഷയങ്ങളിൽ ബുദ്ധിമുട്ട് വരും. അതിനാൽ എബോർഷൻ മുതലായ വിഷയങ്ങളിൽ സ്ത്രീകൾ ജാഗ്രത പാലിക്കണം ഈ ഒരു 40 ദിവസക്കാലം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ശുഭാർത്ഥസഖ്യം ഖ്യാജരഹ കുര്യനെ വിധാനേപി ചെയ്ത് അഷ്ടമേ ഭൂമി സുനുഹു. എല്ലാ ഗ്രഹങ്ങളും എത്ര നല്ല സ്ഥാനത്ത് വന്നാലും 8ൽ ചൊവ്വ വന്നാൽ ആ ശുഭഫലത്തെയൊക്കെ നശിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഖാകിന്ന ശത്രുയതേ സൽകൃതോപി. താൻ സൽക്കരിച്ച സുഹൃത്ത് തൻ്റെ ശത്രുവായി നിൽക്കുമെന്ന് പറയുന്നു. പ്രയത്നകൃതേ ഭൂയതേജ ഉപസർഗേഹി. എത്ര യത്നിച്ചാലും തടസ്സങ്ങൾ ധാരാളം. തടസ്സങ്ങളെ പെരുമഴ കാണും 8ൽ ചൊവ്വ നിൽക്കുമ്പോൾ. പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, ചൊവ്വ ഉച്ചക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. പാപഗ്രഹമാണ്. അപ്പോൾ ഈ പറഞ്ഞ പാപ വിഷയത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വളരെയധികം അനുഭവിക്കേണ്ടി വരും മിഥുനൻ രാശിക്കാർ ഈ ഒരു മാസക്കാലം. 40 ദിവസക്കാലം ശ്രദ്ധിക്കണം. പിന്നീട് ചൊവ്വ 11ാം ഭാവാധിപനാണ്, ലാഭാധിപനാണ്, ഭൂമികാരകനാണ്. ഭൂമികാരകനായ ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ ഭൂമിയുടെ ലാഭമല്ല ഉണ്ടാവുക, ഭൂമിയുടെ നഷ്ടങ്ങൾ സംഭവിക്കും. 11ാം ഭാവം ജ്യേഷ്ഠ സഹോദരങ്ങളാണ്. ജ്യേഷ്ഠ സഹോദരങ്ങളെ ഭൂമിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. തൻ്റെ മക്കളുടെ മക്കളാണ് 11ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. പലപ്പോഴും മിഥുനൻ രാശിക്കാർക്ക് തങ്ങളുടെ കൊച്ചുമക്കൾ അവരുമായി ബന്ധപ്പെടുന്ന അരിഷ്ടതകളോ ആരോഗ്യ വിഷയങ്ങളോ മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കാം. വീട്ടിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, TV, ഫ്രിഡ്ജ്, ഇതൊക്കെ പെട്ടെന്ന് അടിച്ചു പോകും. വീട്ടിൽ കള്ളൻ്റെ ബുദ്ധിമുട്ട് വരും. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം. അനാവശ്യമായ വിവാദങ്ങളൊന്നും പോകരുത്. എത്ര യജ്ഞിക്കാലും തടസ്സങ്ങളുണ്ടാവുമെന്ന് പറഞ്ഞിരിക്കുന്നു. നിർബന്ധമായും ഭദ്രകാളി ക്ഷേത്രത്തിലുള്ള വഴിപാടുകൾ മുടക്കരുത് പ്രിയമുള്ളവർ. ഭദ്രകാളി മന്ത്രം ചെല്ലുന്നത് വളരെ ഗുണമാണ്. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാള്യൈ നമഃ. ഇതാണ് ഭദ്രകാളി മന്ത്രം. വളരെയധികം ഉപകാരപ്രദമാകും മിഥുനൻ രാശിക്കാർക്ക്. ശ്രദ്ധിക്കുക. നന്ദി, നമസ്തേ.